ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം കഥാരൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കഥകൾ പറയാനായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നത്. മാധവത്തിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോടെല്ലാവരോടും സർവേശ്വരൻ്റെ പേരിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരണ്യകാണ്ഡത്തിലെ രാവണൻ മാരീചനോട് സഹായം ചോദിച്ചു ചെല്ലുന്ന ഭാഗമാണ്. രാവണൻ സഹായം ചോദിക്കുമ്പോൾ മാരീചൻ അത് നിരസിക്കുന്നുണ്ട്. അപ്പോൾ രാവണൻ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ ഭീഷണിയും രാവണന്റെ സ്വരത്തിൽ മാരീചന് തോന്നുകയാണ്. അങ്ങനെ സഹായിക്കണം എന്ന് നിർബന്ധപൂർവം രാവണൻ പറഞ്ഞപ്പോൾ മാരീചൻ രാവണനോട് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അവസാനം വരെ കേൾക്കണം. അതുപോലെ ഈ സംഭാഷണങ്ങളും ഈ കാര്യങ്ങളുമൊക്കെ അവിടെ നടക്കുമ്പോൾ നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷിയായിട്ടോ മാനായിട്ടോ ഒക്കെ നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളും ആ രംഗത്തിനൊക്കെ സാക്ഷിയാണ് എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ഇങ്ങനെ വരണം. നമുക്ക് മാരീചൻ എന്താണ് രാവണനോട് പറഞ്ഞത് എന്ന് നോക്കാം. മാരീചൻ രാവണനോട് പറയുകയാണ്, സീതയെ കൊണ്ടുപോയാൽ വംശം മുഴുവനും നശിക്കും. അനേകം സ്ത്രീകളെ നീ അപഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നിനക്ക് രക്ഷ കിട്ടുകയില്ല. പുത്രമിത്ര കളത്ര ബന്ധങ്ങൾക്കൊക്കെ ഇതുമൂലം നാശം സംഭവിക്കും എന്ന് നീ അറിയുക. ഒരു നാരി നിമിത്തം എത്ര നാരികൾ നശിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഈ മോഹം ഉപേക്ഷിച്ചിട്ട് തിരികെ പോകൂ. കടലിനോട് അഹങ്കാരം കാട്ടിയാൽ എന്താണ് ഫലം? രാമൻ വംശത്തോടു കൂടി നിന്നെ കടലിലേക്ക് എടുത്ത് എറിയും. രാമനെ കാണുമ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകും. അതോടുകൂടി നിന്റെ മരണവും ഉറപ്പാകും. ലങ്ക മുഴുവനും നശിക്കുകയും ചെയ്യും. ശ്രീരാമനെയും ലക്ഷ്മണനെയും എന്തുപായത്തിലാണ് ഞാൻ അകറ്റുന്നത്? എനിക്ക് ഒരു വഴിയും ആലോചിച്ചിട്ട് കാണുന്നില്ല. സീതയും രാമനും എപ്പോഴും ഒന്നിച്ചാണ് വസിക്കുന്നത്. ഒരിക്കലും സീത തനിച്ച് ഇരിക്കുകയില്ല. രണ്ടാളും എപ്പോഴും ഒന്നിച്ചായിരിക്കും. സുമിത്രാനന്ദനൻ ലക്ഷ്മണൻ കാവലുള്ള ആ ഭവനത്തിലേക്ക് ആർക്ക് എങ്ങനെ കടന്നു ചെല്ലാൻ സാധിക്കും? എല്ലാ തരത്തിലും അല്ലയോ ലങ്കേശ്വര, സീതയ്ക്കു വേണ്ടിയുള്ള ഈ പരിശ്രമം ഉപേക്ഷിക്കും. മാരീചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും രാവണൻ സമ്മതിച്ചില്ല. അതിനുശേഷം രാവണൻ മാരീചനുമൊത്ത് ആകാശത്തിലേക്ക് ഉയർന്നു തൻ്റെ രഥത്തിൽ കയറി. അങ്ങനെ രണ്ടുപേരും കൂടി ദണ്ഡകാരണ്യത്തിൽ ചെന്നിറങ്ങി. മാരീചന്റെ കൈ പിടിച്ചുകൊണ്ട് രാവണൻ പറയുകയാണ്, നീ മൃഗരൂപം ധരിക്ക്. അത് കാണാൻ വളരെ സുന്ദരമായിരിക്കും. അങ്ങനെ മാരീചൻ വളരെ മനോഹരമായ നിറത്തോടു കൂടിയ ദേഹത്തോടു കൂടിയ ഒരു മാനായി തീർന്നു. വെണ്ണ നെയ്യ് പോലെ മൃദുലമായ മെയ്യ്, വെള്ള നിറത്തിലുള്ള നല്ല കുളമ്പുകൾ, മുത്തും പവിഴവും പോലെ അഴകുള്ള രണ്ട് കൊമ്പുകൾ, ചന്ദ്രബിംബം പോലെ കഴുത്തിൽ ഒരു സ്വർണ്ണ വളയം, 3 ലോകത്തിലും പ്രശസ്തി പെറ്റ സ്വർണ്ണ മൃഗം. ചുണ്ടുകൾ സൂര്യബിംബം പോലെ തോന്നിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചുവപ്പിനിടെ കറുത്ത പുള്ളികൾ. നാവ് വളഞ്ഞു പുറത്തു കാണുമ്പോൾ മിന്നലിൻ്റെ നാമ്പു പോലെ നമുക്ക് തോന്നും.
മുത്തിൻ്റെ കിരണങ്ങൾ പോലെ രോമാവലി, കണ്ണുകൾ ചെറിയ സ്വർണ്ണ കിണ്ണം പോലെ തോന്നിച്ചു. ജാലവിദ്യക്കാരൻ്റെ പാവയെ പോലെ അത്ഭുത വിദ്യകളാണ് ആ മൃഗം കാണിച്ചത്. രത്നത്തിൻ്റെ ശോഭയോ മിന്നൽ പിണരോ എന്ന് തോന്നിക്കുന്ന ആ മായാ മൃഗരൂപം കണ്ടിട്ട് രാവണൻ സന്തോഷത്തോടു കൂടി ചിരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാരീച വധത്തിലേക്ക് കടക്കാം. നിങ്ങൾ തൊഴുകയോടുകൂടി ഭക്തിയോടുകൂടി ഈ ഭാഗം കേൾക്കണം. അതിനുശേഷം രാവണൻ കാട്ടിൽ പോയി ഒളിച്ചിരുന്നു. രത്നകാന്തി വിതറിക്കൊണ്ട് മായാമൃഗം അവിടെ ഓടി കളിച്ചു. ഇടയ്ക്കിടെ കഴുത്തു വളച്ച് സ്വന്തം ശരീരം നോക്കിക്കൊണ്ട് തുള്ളിക്കളിച്ചു. അങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ട് ആ മായാമൃഗം രാമന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ആ സമയം രാമനും സീതയും ഒന്നിച്ചിരിക്കുകയായിരുന്നു. മാൻ അവിടെ ചെന്നു നിന്നു. രാക്ഷസവംശത്തിൻ്റെ വിനാശത്തിനായി സീതയെ ആപത്തിൻ്റെ കടലിലേക്ക് എടുത്തെറിയുവാനായി, ദേവന്മാരെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതിനായി വിധാതാവ് ഇപ്രകാരം ഒരു മാനിനെ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ശ്രീരാമനും സീതയും സന്തോഷത്തോടുകൂടി നർമ്മസല്ലാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ സീത പറയുകയാണ്, അനുവദിക്കുകയാണെങ്കിൽ ആ മൃഗത്തെ പിടിച്ച് എനിക്ക് നൽകാമോ? എനിക്ക് അത്രമാത്രം ഇഷ്ടമായി. ഇങ്ങനെ സീത രാമനോട് പറഞ്ഞപ്പോൾ രാമൻ ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മണ, മാനിനെ കണ്ടോ? എന്തൊരു സൗന്ദര്യം! അപൂർവ സുന്ദരമായ ഈ രൂപം ആരുടെ സൃഷ്ടിയായിരിക്കും? ഇരുവശത്തും ചന്ദ്രമണ്ഡലം തിളങ്ങുന്നത് പോലെ ശരീരത്തിലെ രോമാവലി, എന്തൊരു മനോഹരമായ കണ്ണുകൾ, കൊമ്പിന് പവിഴത്തിൻ്റെ നിറം, മനോഹരമായ ചെവികൾ, അത് ശരീരത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു. ഈ മാനിനെ പിടിച്ച് ജാനകിക്ക് കൊടുക്കാമോ എന്ന് ജാനകി ചോദിക്കുന്നു എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ആ മൃഗത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ജ്യേഷ്ഠനോട് പറയുകയാണ്, മായാവി മാരീചനെ പറ്റി മുനിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവനായിരിക്കാം ഇത്. അങ്ങേ ആകർഷിക്കുവാൻ മായാരൂപം കാണിക്കുന്നതാവാം. എല്ലാവരുടെയും മനസ്സ് ആദ്യം രൂപത്തിലാണല്ലോ ഭ്രമിക്കുന്നത്. വനത്തിൽ ചെന്നാൽ രക്തവും മാംസവും അവൻ തിന്നും. ആ മായാവി പല രൂപങ്ങളും എടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അല്ലയോ ജ്യേഷ്ഠ, ഇത് മൃഗമല്ല, രാക്ഷസനാണ്. അല്ലാതെ ഇത്രയും അഴകുള്ള ഒരു മാനിനെ ഇവിടെ ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ ആരും കണ്ടിട്ടില്ല. അതിനാൽ ഞാൻ ഉറപ്പായും പറയുന്നു, ഇത് രാക്ഷസന്മാരുടെ മായാരൂപമാണ്. ലക്ഷ്മണൻ അത്രമാത്രം ബുദ്ധിമാനാണ്. പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ രാമൻ ചോദിച്ചു, മാരീചൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്ന് കൂടി പറയൂ. മാരീചനാണെങ്കിൽ ബ്രാഹ്മണരെ കൊല്ലുന്ന ആ പാപിയെ അഗസ്ത്യൻ വാതാപിയെ വധിച്ചതുപോലെ നമുക്ക് കൊന്നുകളയാം. അഥവാ മറ്റു വല്ല രാക്ഷസനുമാണെങ്കിൽ അവനെ വധിച്ച് നമുക്ക് ഈ ആശ്രമ പ്രദേശത്തെ, ഈ തപോവനത്തെ രാക്ഷസന്മാരുടെ ശല്യമില്ലാത്തതാക്കി തീർക്കാം. അല്ല, അത് രാക്ഷസനല്ല, മാൻ തന്നെയാണെങ്കിൽ ആ മൃഗത്തെ ജാനകിക്ക് പിടിച്ചു കൊടുത്താൽ ജാനകി സന്തോഷിക്കുകയും ചെയ്യും. ഇനി
പിടിക്കാൻ പറ്റിയില്ല, കൊല്ലപ്പെട്ടെങ്കിൽ മാൻതോൽ എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ തിരികെ വരുന്നത് വരെ ലക്ഷ്മണ, നീ സീതയെ രക്ഷിക്കണം. എൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റിക്കരുത്. ആപത്തുണ്ടാകാതെ നീ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ലക്ഷ്മണനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് മാനിനെ പിടിക്കാനായി രാമൻ പോവുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു മരത്തിൻ്റെ പിന്നിൽ രാവണൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്മണനെ കാവൽ ഏൽപ്പിച്ചിട്ട് രാമൻ മാനിനെ പിടിക്കുന്നതിനായി അമ്പും വില്ലും കയ്യിലെടുത്തുകൊണ്ട് തയ്യാറായി. അതിനുശേഷം രാമൻ പുറപ്പെട്ടു. ശ്രീരാമനെ കണ്ട് മാരീചൻ വിചാരിക്കുകയാണ്, എന്നെ രാവണനോ രാമനോ ഇന്ന് വധിക്കും. എനിക്ക് ഇന്ന് മരണം അത് വിധിച്ചിട്ടുണ്ട്. രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് ഏറ്റവും നല്ലതും മംഗളകരവും. രാവണന്റെ കൈകൊണ്ട് എന്തിനാണ് മരിക്കുന്നത്? അങ്ങനെ മരിച്ചാൽ നരകമായിരിക്കും ഫലം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പുറകോട്ട് നിൽക്കും, തിരിഞ്ഞു നോക്കും, വേഗം നീങ്ങും, ഇത്തിരി ദൂരം ഓടിക്കാണിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള കളികളും കാണിച്ചുകൊണ്ട് ആ മാരീചൻ എന്ന മായാമൃഗം രാമനെ ഇട്ട് വട്ടം ചുറ്റിച്ചു. രാമൻ അടുത്തെത്തിയാൽ മൃഗം ഓടും. അങ്ങനെ പിടിച്ചു പിടിച്ചില്ല എന്ന മട്ടിൽ രാമനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ രാമൻ ചിന്തിക്കുകയാണ്, ഇതെന്തായാലും ലക്ഷ്മണൻ പറഞ്ഞതുപോലെ മാനല്ല, ഇവൻ അസുരനാണ്. ഇങ്ങനെ രാമൻ തീർച്ചപ്പെടുത്തി. അതിനുശേഷം രാമൻ ഭൗമാസ്ത്രം തൊടുത്തു. ആ അസ്ത്രം മാരീചന്റെ മാറിൽ തറച്ചു. വജ്രായുധം പോലെയുള്ള അമ്പേറ്റ് മാരീചൻ അലറിക്കരഞ്ഞു, ഭൂമിയിൽ വീണു. ആ സമയത്ത് മാരീചൻ രാവണന് ഒരു ഉപകാരം ചെയ്തു. രാമൻ വിളിക്കുന്നത് പോലെ, ലക്ഷ്മണ വേഗം വരൂ, എന്നെ രക്ഷിക്കൂ, എൻ്റെ പ്രാണൻ ഇതാ പോകുന്നു. ഇങ്ങനെ ഉറക്കെ വിളിച്ച് കരഞ്ഞു. ഇങ്ങനെ ഉറക്കെ വിളിച്ചാൽ ലക്ഷ്മണൻ വരും എന്ന് വിചാരിച്ച് ലക്ഷ്മണ ലക്ഷ്മണ എന്ന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് വിളിച്ചു. ആ സമയത്ത് മാരീചന്റെ ശരീരത്തിൽ ഒരു വിറയലുണ്ടായി. മാരീചന്റെ മാറിൽ നിന്നും അമ്പ് രാമൻ ഊരിയെടുത്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ സീതയുടെ അടുക്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഈ സമയം പർണശാലയിൽ രാമന്റെ ശബ്ദത്തിലുള്ള കരച്ചിൽ, മാരീചന്റെ കരച്ചിൽ സീതാദേവി കേൾക്കുന്നു. സീതാദേവി കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, വേഗം ചെല്ലു അനുജ, രാമൻ കരയുന്നു, നിന്നെയാണ് വിളിക്കുന്നത്, രാക്ഷസന്മാർ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ് എന്ന് തോന്നുന്നു എന്ന് സീത കരഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണനോട് പറയുന്നത്. അപ്പോൾ ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു, രാമന് ഒരപകടവും പറ്റില്ല, മാനിനെ വധിച്ചിട്ട് ഇവിടെ എത്തിച്ചേരും, ഒട്ടും സംശയിക്കേണ്ട, ഒരിക്കലും രാമൻ ഇങ്ങനെ കരയുകയില്ല. ഏട്ടത്തി ഇത് കേട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, രാമനെ വധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇങ്ങനെ ലക്ഷ്മണൻ സീതയോട് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, രാമൻ അവിടുത്തെ നോക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്, ആ ആജ്ഞ ഞാൻ ലംഘിക്കുകയില്ല. ഇങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ സീതാദേവി തല തല്ലിക്കൊണ്ട് അലമുറയിട്ടു. അച്ഛൻ്റെ രണ്ടാം ഭാര്യയിലെ മകൻ ഒരിക്കലും സ്വന്തമായിരിക്കുകയില്ല. ലക്ഷ്മണ, നിന്റെ മനസ്സുകൊണ്ട് എന്നെ കൊതിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഭരതൻ രാജ്യം തട്ടിയെടുത്തു, നീ ഭാര്യയെയും നീ ഭരതനുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തക്കം കിട്ടിയപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം നീ നടത്തുകയാണ്.
എന്നെ കൊതിച്ച് രാമനെ ചതിക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നു. മറ്റൊരു മനുഷ്യനിൽ എൻ്റെ മനസ്സു ചെന്നാൽ ഞാൻ കഴുത്തറത്ത് മരിക്കും എന്ന് നീ ഓർക്കുക. ഹരേ കൃഷ്ണ. അതിധാർമ്മികനായ പാപചിന്ത തീണ്ടാത്ത ലക്ഷ്മണൻ ലോകത്തെ മുഴുവനും സാക്ഷിയാക്കി തൻ്റെ സങ്കടം പറയുകയാണ്. ജലത്തിലും ഭൂമിയിലും അന്തരീക്ഷത്തിലുമുള്ള ജീവജാലങ്ങളെ, ശക്തികളെ, നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി എൻ്റെ ജ്യേഷ്ഠത്തി സീതാദേവി ഇപ്പോൾ ചീത്ത വാക്കുകൾ പറയുന്നു. ഇങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ സീത വീണ്ടും വീണ്ടും കോപിച്ചു, കൊള്ളിവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സഹി കെട്ടിട്ട് ലക്ഷ്മണൻ ആ പർണശാലയ്ക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ വര കടന്ന് ആരും അകത്തേക്ക് കയറുകയില്ല. സാക്ഷാൽ വിഷ്ണുവായ രഘുനാഥന്റെ പത്നി സീത ഏകയായി ഇരിക്കുന്നു. അല്ലയോ ദേവതകളെ, നിങ്ങൾ ദേവിയെ കാത്തുകൊള്ളണമേ എന്ന് ലക്ഷ്മണൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, റാണി, എന്നെ പോകാൻ അനുവദിക്കണം. ഈ ദുർവാക്കുകൾ ഇനി പറയരുതേ. ഈ വര വിട്ടിട്ട്, ഞാൻ വരച്ച ഈ രേഖ വിട്ടിട്ട് അവിടുന്ന് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഇങ്ങനെ ലക്ഷ്മണൻ സീതാദേവിയോട് പറഞ്ഞു. സീതാദേവി കണ്ണീരൊഴുക്കിക്കൊണ്ട് തലയിൽ തല്ലിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ജ്യേഷ്ഠത്തിയെ നമസ്കരിച്ചിട്ട് ലക്ഷ്മണൻ പുറപ്പെടുകയാണ്. ഇതെല്ലാം രാവണൻ ആ മരത്തിൻ്റെ മറവിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. രാവണന് സന്തോഷമായി, തൻ്റെ ആഗ്രഹം ഇപ്പോൾ സാധിക്കും. അങ്ങനെ രാവണൻ ഒരു സന്യാസിയുടെ വേഷമെടുത്ത് കയ്യിൽ ഭിക്ഷാപാത്രവും എടുത്തുകൊണ്ട് കാവി വസ്ത്രവും അണിഞ്ഞുകൊണ്ട്, അതായത് ഒരു സന്യാസിയുടെ രൂപത്തിൽ തോളിൽ ഒരോലക്കുടയും വെച്ചിട്ട് ആ പർണശാലയുടെ മുമ്പിൽ എത്തുകയാണ്. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? ലക്ഷ്മണ രേഖ അതിൻ്റെ മുമ്പിലായി സന്യാസ രൂപത്തിൽ സന്യാസ വേഷം ധരിച്ച രാവണൻ, തോളിൽ ഓലക്കുട, കയ്യിൽ കമണ്ടലു, ഭിക്ഷാപാത്രം, ഇതൊക്കെയുണ്ട്. സീതാദേവി ആ പർണശാലയുടെ പടിക്കെട്ടിലിരുന്ന് കരയുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ദുഷ്ടനായ രാവണൻ സന്യാസ വേഷത്തിൽ ആ പർണശാലയുടെ മുമ്പിൽ എത്തുകയാണ്. പരമസുന്ദരി സീത. രാവണന് കാമം അടക്കുവാൻ സാധിച്ചില്ല. രാവണൻ മധുരവാക്യത്തിൽ സീതയോട് പറഞ്ഞു, അല്ലയോ ദേവി, നിങ്ങൾ എവിടെയുള്ള സ്ത്രീയാണ്? ഏതു വർഗമാണ്? ആരുടെ മകളാണ്? ആരുടെ പത്നിയാണ്? നിങ്ങൾ മനുഷ്യ സ്ത്രീയാണോ അതോ സ്വർണ പ്രതിമയോ? എന്തൊരു മനോഹരമായ രൂപമാണ് നിങ്ങൾക്കുള്ളത്. ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ദണ്ഡകവനത്തിൽ ഒരു സുന്ദരി എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും? ഇങ്ങനെയൊക്കെ രാവണൻ സീതയോട് ചോദിക്കുന്നു. അപ്പോൾ സീത പറയുകയാണ്, ജനകനന്ദിനിയായ സീതയാണു ഞാൻ, ദശരഥന്റെ പുത്രവധു, രാമന്റെ പത്നി. അല്ലയോ ബ്രാഹ്മണ, അവിടുന്ന് ഇരിക്കൂ. ലക്ഷ്മണൻ കൊണ്ടുവന്ന പഴങ്ങളുണ്ട്, അങ്ങ് ഭക്ഷിച്ചാലും. രാമന് അതിഥികളിൽ ഭക്തി വളരെ കൂടുതലുണ്ട്. അങ്ങയെ കണ്ടാൽ വളരെ സന്തോഷമാകും. ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, ശിരസിൽ ശിഖ അണിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങ് ആരാണ്? അപ്പോൾ ആ ബ്രാഹ്മണ രൂപധാരിയായ രാവണൻ പറയുകയാണ്, ജ്യേഷ്ഠ സഹോദരൻ കുബേരൻ. ഞാൻ ഈ വനത്തിൽ വളരെ കാലം തപസ് ചെയ്തിട്ടുണ്ട്. രാവണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. നിങ്ങളെ കണ്ടതുകൊണ്ട് വളരെ സന്തോഷമായി. കായ്കളും കിഴങ്ങുകളും വയർ നിറയെ കഴിച്ചതാണ്. ഗൃഹസ്ഥ ഭവനങ്ങളിൽ ചെന്നാൽ അവർ ഭക്ഷണം കഴിപ്പിക്കും.
നിങ്ങളെ കണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഭിക്ഷ തരൂ. ഞാൻ സ്വഭവനത്തിലേക്ക് പോവുകയാണ്. ഇറങ്ങിയിട്ട് വളരെ സമയമായി. നിങ്ങളുടെ പുണ്യത്താൽ ചെന്ന് സ്നാനാദികൾ നടത്താം. ശ്രീരാമൻ വരാൻ വൈകും എന്ന് തോന്നുന്നു. എനിക്ക് കുളിക്കുവാനും സമയമായി. ഇത് കേട്ടപ്പോൾ ജാനകി പറയുകയാണ്, പ്രഭുവിൻ്റെ ആജ്ഞയില്ലാതെ എനിക്ക് പുറത്തേക്കിറങ്ങുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് കുറച്ച് സമയം കൂടി ഒന്ന് ക്ഷമിക്കണം എന്ന് ജാനകി പറഞ്ഞപ്പോൾ, അതിന് സാധിക്കുകയില്ല. ഭിക്ഷ തന്നില്ലെങ്കിൽ ഞാൻ ഉടൻ തന്നെ മടങ്ങിപ്പോകും എന്ന നിലയിൽ രാവണൻ സംസാരിക്കുന്നു. അതിഥി വന്നിട്ട്, പ്രത്യേകിച്ച് ബ്രാഹ്മണരായ അതിഥി വന്നിട്ട് അവർക്ക് ഒന്നും കൊടുക്കാതെ വിട്ടുകഴിഞ്ഞാൽ അത് ധർമ്മത്തിന് ലോപം സംഭവിക്കും എന്ന് ജാനകി ഓർക്കുകയും, നിവർത്തി കെട്ടിട്ട് ജാനകി പഴങ്ങളുമായി ലക്ഷ്മണൻ വരച്ച ആ രേഖ കടന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ പഴങ്ങൾ എടുത്തുകൊണ്ട് സീത പുറത്തു വന്നു. പാപിയായ ദുഷ്ടരാവണൻ സീതയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. സീത ഞെട്ടിത്തെറിച്ചു. എന്തൊരു മര്യാദ കേടാണിത്! ദുഷ്ട, നീ വംശത്തോടു കൂടി നശിച്ചു പോകും. ഇങ്ങനെ സീത ശപിക്കുകയാണ്. സീതേ, ഞാൻ ആരാണ് എന്ന് നിന്നോട് പറയാം. രാക്ഷസ രാജാവായ ലങ്കേശ്വരനായ രാവണൻ ആണ് ഞാൻ. 20 കൈകളും 20 കണ്ണും 10 തലയുമുള്ള ഞാൻ സന്യാസിയായി വേഷം പകർന്നു വന്നതാണ്. എന്നെ അനുഗ്രഹിക്കണം. ഞാൻ അവിടുത്തെ ദാസനാണ്. ഇന്ദ്രന്റെ അമരാവതിയെ ജയിക്കുന്ന ലോകത്തിൽ ദുർലഭമായ ലങ്കാപുരം നിനക്ക് കാണാം. നിങ്ങളുടെ രൂപം കണ്ട് ഞാൻ കൊതിച്ചിരിക്കുകയാണ്. എൻ്റെ മറ്റു പത്നിമാരെല്ലാവരും നിങ്ങളുടെ ദാസിയായിത്തീരും. എല്ലാവർക്കും ഉപരി നിങ്ങളെ ഞാൻ പട്ടമഹിഷിയായി വാഴിക്കാം. സ്വർണവും മാണിക്യവും കൊണ്ട് അലങ്കരിച്ച കൊട്ടാരത്തിൽ നിന്നെ ഞാൻ വാഴിക്കാം. രാമനെ സേവിച്ച് എന്തിനാണ് വെറുതെ ജീവിതം പാഴാക്കുന്നത്? എന്നെ സേവിച്ചുകൊണ്ട് സുഖമായി ജീവിക്കൂ. എൻ്റെ ബാണങ്ങളാൽ 3 ലോകങ്ങളും വിറയ്ക്കും. മനുഷ്യനായ രാമനെ ഞാൻ പുഴുവായി കണക്കാക്കുന്നു. അല്പബുദ്ധിയായ അവന് അല്പജീവിതമേ ഉള്ളൂ. 10 തലകളുള്ള ഞാൻ ചിരഞ്ജീവിയാണ്. സീതേ, അല്ലയോ സുന്ദരി, നിങ്ങളെപ്പോലുള്ളൊരു സുന്ദരിയെ ഞാൻ വല്ലാതെ കൊതിച്ചിരുന്നു. ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയുകയാണ് രാവണൻ. സീതാദേവി കോപത്തോടുകൂടി വാക്കുകൾ കൊണ്ട് അവനെ തടഞ്ഞു. രാവണ, ദുഷ്ട, രാമൻ നിന്നെ വംശത്തോടു കൂടി നശിപ്പിക്കും. ശ്രീരാമൻ സിംഹമാണ്, നീ വെറും കുറുക്കനാണ്. എങ്ങനെ നിനക്ക് അദ്ദേഹത്തെ ദുഷിക്കുവാൻ ധൈര്യമുണ്ടായി? സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ. നീ നിശാചരൻ. രാമനും നീയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. രാമനോ ലക്ഷ്മണനോ ഉണ്ടായിരുന്നു എങ്കിൽ നീ എങ്ങനെ ഈ അധർമ്മ കർമ്മം ചെയ്തേനെ? ഏകാകിനിയായി വനമധ്യത്തിൽ കഴിയുന്ന എന്നെ അപഹരിക്കുവാൻ ദുഷ്ടനായ നിനക്ക് ലജ്ജയുണ്ടായില്ലല്ലോ. ഇങ്ങനെ സീതാദേവി വികാരപരവശയായി പല്ലിറുമ്മിക്കൊണ്ട് രാവണനോട് ചോദിക്കുകയാണ്. പക്ഷേ രാവണൻ വീണ്ടും സീതയെ വശീകരിക്കുവാൻ ശ്രമിക്കുന്നു. എന്തു ഗുണം കൊണ്ടാണ് നീ രാമനിൽ മയങ്ങിയിരിക്കുന്നത്? വനം തോറും അലയുന്ന രാമൻ എങ്ങനെ നിന്നെ പരിപാലിക്കും? ഇത് കേട്ടപ്പോൾ സീതാദേവിക്ക് ജീവൻ പോയതുപോലെ തോന്നി. മഹാപാപി രാവണ, നീ നശിച്ചു പോകും. ഹരേ കൃഷ്ണ. ദൈവഹിതം വിധി, അത് മാറ്റുവാൻ സാധിക്കുകയില്ല.
അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ജാനകിക്ക് രാമന്റെ മഹത്വം അറിയാതിരിക്കുമോ? ജാനകി മഹാലക്ഷ്മി അല്ലേ? രാമൻ മഹാവിഷ്ണുവാണ് എന്ന് ജാനകിക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും ജാനകിയെ ഒരുപക്ഷെ മായാദേവി ബാധിച്ചിരിക്കാം, അല്ലെങ്കിൽ വിധിയുടെ നിശ്ചയമായിരിക്കാം, അല്ലെങ്കിൽ അമ്മയെപ്പോലെ കാണുന്ന സ്വന്തം അനുജനെ സീതാദേവി ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമോ? ഇതൊക്കെ വിധിയുടെ വിളയാട്ടമാണ് എന്ന് നമുക്ക് ആലോചിക്കാം, അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ മഹാലക്ഷ്മിയായ മഹാദേവിയെ ഒരു രാക്ഷസൻ അപഹരിച്ചു എന്ന് പറയുന്നത് തന്നെ മഹാത്ഭുതമല്ലേ? സീതാദേവി ഭയന്ന് വിറയ്ക്കുകയാണ്. ഗുണസാഗരമായ പ്രഭു രാമചന്ദ്രൻ എവിടെ? സിംഹതുല്യനായ എൻ്റെ അനുജൻ ലക്ഷ്മണൻ എവിടെ? അനുജ, നീ പറഞ്ഞത് സത്യമാണ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. മറ്റാരുമില്ലാത്ത ഈ ഭവനത്തിൽ നിന്ന് എന്നെ രാവണൻ ഇതാ അപഹരിക്കുന്നു. അനുജ, വേഗം വരൂ, എന്നെ രക്ഷിക്കൂ. എങ്ങനെ അതീവ ദുഃഖിതയായി സീതാദേവി അലമുറയിട്ട് കരഞ്ഞു. ഈ സമയത്ത് ആരു രക്ഷിക്കാൻ? രാവണൻ സീതാദേവിയെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. മേഘത്തിനു മുകളിൽ മിന്നൽ കൊടി പോലെ അവർ മറഞ്ഞു. സീത കരഞ്ഞു കരഞ്ഞു പറഞ്ഞു, ദേവകളെ, സീതയെ രാവണൻ അപഹരിച്ചു. ഇത് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് നിങ്ങൾ പറയണേ. വിധിയുടെ വൈപരീത്യം എങ്ങനെ സഹിക്കും? വനത്തിലുള്ള സ്വജനങ്ങളായ ലതകളോടും പക്ഷികളോടും മൃഗങ്ങളോടും എല്ലാം സീത പറഞ്ഞു, ശ്രീരാമനോട് പറയണേ, അങ്ങയുടെ സീത അപഹരിക്കപ്പെട്ടു എന്ന്. രാവണൻ ആ സമയം മധുര വചനങ്ങൾ കൊണ്ട് സീതയെ സമാധാനപ്പെടുത്തുവാൻ നോക്കിയപ്പോൾ സീതാദേവി അതീവ ശോകത്തോടുകൂടി ക്രോധത്തോടുകൂടി വിലപിച്ചു, ദുഷ്ടനായ രാവണ, നീ ഈ ചെയ്തത് മഹാപാപമാണ്. നീ ആണ് എന്നറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ പുറത്തേക്ക് വരികയില്ലായിരുന്നു. ഞാൻ ലക്ഷ്മണനെ പോകുവാൻ അനുവദിച്ചില്ലേ? ലക്ഷ്മണൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. എൻ്റെ അനുജ, എന്നോട് നീ പൊറുക്കേണമേ. ഇത് കേട്ടപ്പോൾ രാവണൻ വീണ്ടും പറഞ്ഞു, സീതേ, വെറുതെ കരയണ്ട. ഇങ്ങനെ ഒരു രത്നം കെട്ടിയാൽ ആരെങ്കിലും വെറുതെ കളയുമോ? അത് കേട്ടപ്പോൾ സീത അതീവ ക്രോധത്തോടുകൂടി രാവണനോട് പറയുകയാണ്, ദുഷ്ട നിശാചര, നീ അല്പായുസായി യമപുരിയിൽ എത്തിച്ചേരും. സീതയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് കോപിച്ച രാവണൻ കൂടുതൽ വേഗത്തിൽ രഥം ഓടിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ മാരീചന്റെ സഹായത്തോടു കൂടി രാവണൻ സീതയെ അപഹരിച്ചു. അടുത്ത അധ്യായം ജടായു രാവണനെ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ്. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സങ്കടത്തോടു കൂടിയല്ലാതെ ഈ ഭാഗം കേൾക്കുവാനോ പറയുവാനോ സാധിക്കുകയില്ല. ശൂർപ്പണഖയുടെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ട രാവണന് വന്നു ചേരാൻ പോകുന്ന മഹാവിപത്ത്, അതിനു വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെ അവതാര ഉദ്ദേശവും അതുതന്നെയായിരുന്നു. പൂർണ്ണമായ മനുഷ്യ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളും നമുക്ക് രാമനിൽ കാണാനായി സാധിക്കും. നമ്മൾ ശ്രീകൃഷ്ണനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ അവർക്കൊക്കെ ധാരാളം അത്ഭുതങ്ങൾ നടത്തുവാനുള്ള ശേഷിയുള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ അത്ഭുത പ്രവർത്തികളാണ് കാണിക്കുന്നത്. മറ്റാളുകളുടെ സഹായങ്ങൾ പലപ്പോഴും അവർ സ്വീകരിച്ചിരുന്നില്ല. അവരാണ് മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം പോലും പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്തു എങ്കിലും
അർജുനനെ ശരിക്കും സഹായിച്ചത് അല്ലെങ്കിൽ പാണ്ഡവരെ നിലനിർത്തിയത് മുഴുവനും ആരായിരുന്നു? കൃഷ്ണനായിരുന്നു. പക്ഷെ ഇവിടെ ശ്രീരാമചന്ദ്രൻ വെറും ഒരു മനുഷ്യനാണ്. സീതാദേവി ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. ആ രീതിയിലാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ധാരാളം ആളുകളുടെ സഹായത്തോടു കൂടി ഒക്കെയാണ് ശ്രീരാമചന്ദ്രൻ ഇനി മുമ്പോട്ട് പോകാനായിട്ട് പോകുന്നത്. അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നു, കാട്ടിൽ പോകുന്നു, അവിടെ തന്നെ മുനിമാരുടെ സഹായങ്ങളൊക്കെ ഉണ്ടാകുന്നു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുനിമാരെ സഹായിക്കുന്നു. ഇപ്പോൾ ഇതാ സീതാദേവിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് രാമൻ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ സീതാദേവി അന്വേഷിച്ച് പുറപ്പെടുന്നത്, ഒരു മനുഷ്യൻ ആരുടെയൊക്കെ സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അതുപോലെയൊക്കെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പരാജയങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ രാമൻ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു മനുഷ്യനായി രാമൻ അവതരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രനെ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അതുകൊണ്ടാണ് രാമരാജ്യം എന്ന സങ്കല്പം പോലും നമുക്ക് വരുന്നത്. ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം, ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് രാമനെ കണ്ട് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതുകൂടാതെ 700 റാണിമാരും ഉണ്ടായിരുന്നു. 700 സ്ത്രീകൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ശ്രീരാമചന്ദ്രന് ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ, സീതാദേവി. സീതാദേവിയെ അദ്ദേഹം കുറച്ച് സമയം മാറ്റി നിർത്തി എങ്കിലും വേണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ ഒരു സാഹചര്യം വെച്ച് വേണമെങ്കിൽ രാമന് വീണ്ടും എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. പക്ഷെ രാമൻ അത് ചെയ്തില്ല. അതാണ് രാമനെ കണ്ടുപഠിക്കണം എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹം പ്രജകൾക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തു എങ്കിലും സ്വന്തം ദുഃഖം അദ്ദേഹം കടിച്ചമർത്തി ജീവിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനിയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.